عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് കേരളീയരായ മുസ്ലിമീങ്ങളുടെ സംഘടനാബോധവും ഐക്യബോധവും അവരേത് നാട്ടിലായാലും അത് വെച്ചുപുലർത്തുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്ത് സമൂഹത്തിനും നാട്ടിനും അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിനും പ്രസ്ഥാനത്തിനുമൊക്കെ സഹായകമാകുന്ന വിധത്തിൽ അവരുടെ സ്വഭാവം സ്വതസിദ്ധമാണ് എന്ന് നമുക്കേവർക്കും അറിയാം. ഇവിടെ UAE എന്നല്ല, ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും നമ്മുടെ കേരളീയ മുസ്ലിമീങ്ങൾ എവിടെ ഉണ്ടോ ഇസ്ലാമിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സംഘടന അവർക്കിടയിൽ ഉണ്ടാവുകയും അങ്ങനെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് ആ സംഘടന മുഖേന അല്ലെങ്കിൽ അതിന്റെ വെളിച്ചത്തിൽ അവർ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. ഇതിലേറ്റവും പ്രധാനമായി എടുത്തു പറയാൻ പറ്റുന്നത് ദുബൈയിലെ നമ്മുടെ അവസ്ഥയാണ്. കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ, ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിച്ചു വരുന്ന പ്രദേശമാണ് ദുബായ്. ഈ ദുബൈയിൽ 25 വർഷം മുമ്പ് സ്ഥാപിതമായ നമ്മുടെ സംഘടനയാണ് മർക്കസു സഖാഫത്തി സുന്നിയ എന്ന സംഘടന. ഇതിന്റെ മാതൃസംഘടന അല്ലെങ്കിൽ ഇതിന്റെ കേന്ദ്ര നേതൃത്വം, ഇതിന്റെ നമ്മുടെ അവലംബമായ ജാമിയത്ത് മർക്കസ് സഖാഫത്തി സുന്നിയ അത് 30 വർഷത്തിലധികമായി 30 വർഷത്തോളമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു. അപ്പോ അതിന്റെ പേരിൽ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മുസ്ലിം ബഹുജന പ്രസ്ഥാനമായ SOS എന്ന 3 അക്ഷരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അതിന്റെ പ്രവർത്തകർ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ട് 25 വർഷം മുമ്പ് ഇവിടെ തുടക്കം കുറിച്ചു. ഇവിടെ ബന്ധപ്പെട്ട വിഭാഗങ്ങളിൽ നിന്ന്, വകുപ്പുകളിൽ നിന്ന് അനുമതി വാങ്ങിക്കൊണ്ട് അഥവാ അന്നത്തെ മതകാര്യ വകുപ്പ് ദായിറത്തുൽ ഔഖാഫി വശൂനുൽ ഇസ്ലാമിയ എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടി 25 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ ആ വകുപ്പിന്റെ പേരിൽ തന്നെ 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് മാറ്റമുണ്ടാവുകയും ദായിറത്തുൽ ഔഖാഫി വശൂനുൽ ഇസ്ലാമിയ വൽ അമൽ ഖൈരി, ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ദുബായ്, ഗവൺമെന്റ് ഓഫ് ദുബായ് എന്ന പേരിലുള്ള ആ മഹത്തായ ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടിയും അവരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയും അവരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടിയും മർക്കസ് സഖാഫത്തി സുന്നിയ മറ്റു എല്ലാ സംഘടനകളെക്കാളും ഉപരിയായ പ്രവർത്തനങ്ങളിലൂടെയും അതുപോലെ കെട്ടുറപ്പോടെയും പ്രവർത്തിച്ച് വിജയം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും പാകപ്പെട്ട ഒരു സ്ഥല സൗകര്യം, ഇതിനാവശ്യമായ ഒരു സ്ഥല സൗകര്യമില്ലാതെ വളരെയേറെ ബുദ്ധിമുട്ടുകയായിരുന്നു നമ്മൾ. നായിഫ് റോഡിലെ ചെറിയ ഒരു ഫ്ളാറ്റിലാണ് നമ്മൾ ഈ പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. വളരെ പ്രയാസപ്പെട്ട അന്തരീക്ഷം, 10 ആളിൽ കൂടുതൽ കയറി വന്നാൽ ഇരിക്കാൻ പോലും പ്രയാസപ്പെടുന്ന ആ ഫ്ളാറ്റിൽ നിന്ന് വിശാലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറണമെന്ന് വളരെ കാലമായി ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസരം അല്ലെങ്കിൽ സൗകര്യം ലഭിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ലഭിക്കുമ്പോൾ സാഹചര്യം ഒക്കാത്തത് കൊണ്ടോ നീണ്ടുപോയി. ഇന്നിതാ അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, മർക്കസ് സഖാഫത്തി സുന്നിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് കേരളത്തിന് പുറത്ത് മർക്കസു സഖാഫത്തി സുന്നിയയുടെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയമാണ് ദുബായിൽ ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത് എന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നതിൽ ഏറെ ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട്. ഇതിന്റെ മഹത്തായ ഉദ്ഘാടന കർമ്മം ഇന്ന് രാവിലെ 11 മണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ വന്ന് നിർവഹിച്ചത് നിങ്ങളിവിടെ LCD-യിലൂടെ കണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും മേലെ തട്ടിലിരിക്കുന്ന ഫരീഖ് അവൽ ലാഹി ഖൽഫാൻ അവർകൾ, ഫരീഖ് ലാഹി ഖൽഫാൻ തമീം അവർകളാണ് ഇവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇസ്ലാമിക് അഫയേഴ്സ് ഡയറക്ടർ ബഹുമാനപ്പെട്ട ഹമദ് ഇബ്ൻ ഷെയ്ഖ് അഹമ്മദ് അശ്ശൈബാനി മഹാനവറുകളുടെ കരങ്ങളാൽ ഈ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടന്നു. നിരവധി
വഖഫ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇസ്ലാമിക് അഫയേഴ്സിലെ അതുപോലെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിലെ നിരവധി മഹാന്മാരായ ഉദ്യോഗസ്ഥന്മാർ, മറ്റ് അറബി പ്രമുഖന്മാർ, മലയാളികളായ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ അവർക്ക് മുമ്പാകെ ഒരുപാട് ജനങ്ങളെ സാക്ഷി നിർത്തി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടപ്പോൾ നാം ഏറെ സന്തോഷിച്ചിരുന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസം മാറുകയാണ് ചെയ്തത്.